നല്ല രുചിയോടും അതേസമയം നല്ല സോഫ്റ്റായിട്ടുള്ള ബീഫ് റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. ഈ ബീഫ് റോസ്റ്റ് ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ബീഫ് റോസ്റ്റ് സോഫ്റ്റ് ആവാനുള്ള ട്രിക്കും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ ബീഫ് നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാൻ സോഫ്റ്റ് ആവാനുള്ള ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. ഈ ബീഫ് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടാണ് ഞാൻ മുക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് സോഫ്റ്റ് ആവാറുള്ളത്. ഇനി 1/2 മണിക്കൂറിന് ശേഷം ബീഫ് എടുത്ത് നല്ലോണം പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും എടുത്ത് നല്ലോണം ചതച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി അതും ചതച്ചത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, നല്ല മുളക് പൊടി. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയാണ്. അതിൻ്റെ കൂടെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുഖ്യമായിട്ടുള്ള ഒരു ഐറ്റം ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം തിരുമ്മി പിടിക്കണം. നല്ലോണം തന്നെ നല്ലവണ്ണം തിരുമ്മി പിടിപ്പിക്കുക. എന്നിട്ട് ഇത് ഒരു 1/2 മണിക്കൂർ നേരെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷമാണ് നമ്മളിത് അടുപ്പത്ത് കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഈ ബീഫിനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഈ ബീഫിൽ തന്നെ വെള്ളം ഉണ്ടാവും. അത് വേകുമ്പോൾ ആ വെള്ളം ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഞാനിത് മൂടി വെച്ച് 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 1/4 കിലോ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. ഞാൻ ഒരു കൈപ്പിടി അളവ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. ഇവിടെ തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളത് കൊണ്ട് കുറച്ചധികം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ ഉള്ളിയുടെ നിറം മാറുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ്. ഈ മസാലകളൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം പോയി നല്ല മൂത്ത ഒരു മണം വരും. ആ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലത്തെ വെള്ളം വറ്റുന്നത് വരെ നല്ലവണ്ണം ഇളക്കുക. ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ തുടർന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ഈ മസാലകൾ, നമ്മളിട്ട മസാലകളൊക്കെ ഇതിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. നല്ലോണം വരണം അത്. അതായത് ഇതിൻ്റെ കളറ് മാറി ഇപ്പോൾ ഇത് ഒരുമാതിരി ഒരു ബ്രൗൺ കളറിലുള്ളത്. ഇതിങ്ങനെ കളറ് മാറി ഒരു ബ്ലാക്ക് കളർ വരും. ആ സമയത്താണ് നമ്മളിത് അടുപ്പിൽ നിന്ന് ഇറക്കേണ്ടത്. അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 10 നിമിഷമെങ്കിലും ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ കറുപ്പ് നിറം വരാൻ. എത്രയും നമ്മൾ വഴറ്റുന്നു അത്രയും ടേസ്റ്റ് കൂടും ബീഫിന്. ഇങ്ങനെ തുടർന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം ഇളക്കിയപ്പോൾ തന്നെ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് കണ്ടോ, ഈ സ്റ്റേജ് വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ വെള്ളം വറ്റിയിട്ടുള്ളൂ. ഇതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴാണ് ഒരു 10 നിമിഷമെങ്കിലും വഴറ്റിയപ്പോഴാണ് ഇങ്ങനത്തെ കളറ് വന്നിരിക്കുന്നത്. ഈ ബീഫ് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ട്രിക്ക് പറഞ്ഞല്ലോ, നമ്മൾ വിനീഗറിൽ മുക്കി വെച്ചതുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളത്. സോഫ്റ്റ് മാത്രമല്ല കേട്ടോ, ഒന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ വെളിച്ചെണ്ണയൊക്കെ
പുരട്ടിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ലേ, അതിന് ആ ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയേക്കണം, എന്നിട്ട് അഭിപ്രായം പറയണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എത്ര കഴിക്കാത്തവരായാലും കഴിച്ചു പോകും. അത്രയും സോഫ്റ്റാണ്, ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ബൈ.